ഊട്ടിയിലെ തണുപ്പത്ത് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അവിടെ സ്ഥിരതാമസത്തിന് പോയതല്ലല്ലോ. എഴുന്നേറ്റു, റെഡിയായി. നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിൽ വന്നു, ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പോൾ തന്നെ ഹോട്ടലുകാരെ കൊണ്ട് തന്നെ നമ്മളൊരു ടാക്സി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. കാരണം നമുക്ക് ഈ സ്ഥലമൊന്നും നല്ല പരിചയമില്ലല്ലോ. അപ്പോൾ അവർ തന്നെ ആകുമ്പം, അവിടെയുള്ള ആളുകൾ തന്നെ ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് എല്ലായിടത്തും എത്തിച്ചേരാമല്ലോ. അങ്ങനെ നമുക്കൊരു ആളെ കിട്ടി. ധനപാൽ എന്നാണ് ഹോട്ടലുകാർ അറേഞ്ച് ചെയ്ത് തന്ന ടാക്സി ഡ്രൈവറുടെ പേര്. ആളും ടാക്സി ആയിട്ട് വന്നു. നമ്മൾ ആളുടെ കൂടെ കയറിയത് ആളാണ് നമ്മളെ കുറേ സ്ഥലങ്ങളിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ നമുക്ക് ഊട്ടി കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റിയെന്ന് പറയാം കേട്ടോ. അവിടെ നല്ലൊരു ഒരു മരം പൂത്ത് നിൽക്കുന്നതാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ അവിടെ, ഈ ഒരു സീസണിൽ മാത്രമേ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് അവരുടെ അവിടെയുള്ള ക്യാമ്പാണ് കേട്ടോ. എന്താണ്, MRC റെജിമെൻറ്റ് ആർമി ബില്ലിങ്ടൺ എന്ന് പറഞ്ഞൊരു ഏരിയയാണ് കേട്ടോ. അവിടെ ഫുള്ള് ആർമിയുടെ ക്യാമ്പുകളും ആർമിയുടെ ഓഫീസുകളും ഇതെല്ലാമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ്. അവിടെ ഒരേ ഒരു ഫാമിലാണ്, അത്രയും കുറേ ഫാമുകളുണ്ടെങ്കിൽ ഈ ഒരു ഫാമിൽ മാത്രമേ സ്ട്രോബെറി അടുത്ത് ചെന്ന് കാണാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ സ്ട്രോബെറി കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹൈഡ്രോപോണിക് ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടുന്ന് കുറേ വ്യൂ പോയിൻറ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും പേര് ഞാൻ ഓർക്കുന്നില്ല, ഓർക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ വ്യൂ പോയിൻറ്റുകളിൽ കൂടിയൊക്കെ നമ്മൾ പോയി. കുറേ നല്ല അവിടേക്ക് എന്തൊക്കെയോ പേരുകളുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അവിടെ കാണുന്ന കാത്തറിൻ വാട്ടർഫോൾസ് ആണ് കേട്ടോ. അങ്ങനത്തത് കണ്ടില്ലേ, അത് കാത്തറിൻ വാട്ടർഫോൾസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം കാത്തറിൻ വെള്ളച്ചാട്ടം എന്താണോ കാത്തറിൻ മദാമയുടെ പേരിട്ടതല്ലേ, അറിയില്ല. പണ്ടത്തെ വെല്ലിങ്ടൺകാരൊക്കെ ഇട്ട പേരുകളൊക്കെ ആയിരിക്കും, പണ്ടത്തെ നമ്മുടെ ബ്രിട്ടീഷുകാരിട്ട പേരായിരിക്കും എന്തെങ്കിലും ആട്ടെ. അപ്പോൾ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ വ്യൂ പോയിൻറ്റ്സ്, പുള്ളി നമ്മളെ ടൈം മാനേജ്മെൻറ്റ് നല്ല പക്കയായിട്ട് ചെയ്തു കേട്ടോ. ധനപാൽ എന്ന് പറയുന്ന ബ്രദർ, പുള്ളി നല്ല പക്കയായിട്ട് ചെയ്ത് നമ്മളെ ഉള്ള ചുരുങ്ങിയ ടൈം എന്ന് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടോയ് ട്രെയിൻ എന്ന് പറയുന്ന IRCTCയിൽ തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്യേണ്ടത്. ടോയ് അല്ല, പക്ഷേ ഒരു ടോയ് ട്രെയിനിൻ്റെ മോഡലിലുള്ള ട്രെയിൻ. അപ്പം അതിന് IRCTC ത്രൂ നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ അഡ്വാൻസ് ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ടോയ് ട്രെയിനിന് സീറ്റ് കിട്ടിയിരിക്കുന്നത് ഇന്ന് ഒരു 12:30-ക്കാണ്. അപ്പം 10:30 ഫുള്ളായിരുന്നു, അതുകൊണ്ട് 12:30 ബുക്ക് ചെയ്ത്. നൂൺ ടൈം ആയതുകൊണ്ട് ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. എനിവേ 12:30 കിട്ടിയതാട്ടെ എന്ന് വിചാരിച്ച് ഞാനത് എടുത്തു. ഇനി അതും കൂടെ എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ടോയ് ട്രെയിൻ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാതെ പോകുമല്ലോ. അത് മസ്റ്റ് വാച്ചാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാച്ചല്ല, മസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന്. അപ്പം അത് കാരണം എന്തായാലും ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ധൻപാലിനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും ടൈമാണുള്ളത്, കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ എത്തണം എന്ന്. അപ്പോൾ അതനുസരിച്ച് പുള്ളി നമ്മളെ എല്ലാ ഏരിയയും കവർ ചെയ്ത് കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ 12:15 12:15 നമ്മളെ എത്തിച്ചു കേട്ടോ. ഇതൊക്കെ ഓരോ വ്യൂ പോയിൻ്റാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. നല്ല മനോഹരമായ വ്യൂ പോയിൻറ്റുകൾ കുറേ ഉണ്ടായിരുന്നു. തേയിലത്തോട്ടത്തിനിടയിൽ കൂടിയാണ്. ഈ തേയിലത്തോട്ടത്തിലുണ്ടല്ലോ മുംതാസ്, നമ്മുടെ പഴയ ഹിന്ദി ഫിലിം സ്റ്റാർ ഇല്ലേ മുംതാസിൻ്റെ ഒരു 2500 ഏക്കറോളം വരുന്ന തേയിലത്തോട്ടം ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഷിങ്കാര ടീ, അങ്ങനെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. അവിടുന്ന് നമ്മൾ കുറച്ച് പല വെറൈറ്റീസ് ആയിട്ടുള്ള ടീ ഒക്കെ വാങ്ങി കേട്ടോ. അവരവിടെ നമ്മൾ ചെല്ലുമ്പോഴേ നമുക്ക് കുടിക്കാൻ തരും. അപ്പം അത് മസാല ടീ, ചോക്ലേറ്റ് ടീ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ചോക്ലേറ്റ് ടീ എന്ന് പറയുന്നൊരു ടീ ബാഗൊക്കെ കാണുന്നത്. ടീ ബാഗല്ല, ടീ പൊടി ഉണ്ടെന്നൊക്കെ അറിയുന്നത്. പിന്നെ ഗ്രീൻ ടീ തന്നെ നല്ല നമ്മുടെ റോ ആയിട്ടുള്ളത്, പൊടിച്ച ടീ ബാഗല്ല, അല്ലാത്തത്. അപ്പോൾ അങ്ങനെ കാട്ടിൽ കൂടിയൊക്കെയാണ് കുറേ ഏരിയയൊക്കെ നമ്മൾ സഞ്ചരിച്ചത്. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ളവർക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും പറ്റട്ടെ. ഇത് നമ്മുടെ അവിടെ ടീ ഫാക്ടറിയുടെ അവിടെ ഏരിയയിൽ കുറേ ഫോട്ടോഷൂട്ടുകാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മളെ ആദ്യം ഹസ്ബൻഡ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ധന്മാൽ നമ്മളെ നിർബന്ധിച്ചു, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനും മോളും എന്തായാലും ഫോട്ടോ എടുക്കാനായി പോയി. നമുക്ക് പേഴ്സണൽ ഫോട്ടോ എടുക്കാൻ അലൗഡ് അല്ലെങ്കിലും ഹസ്ബൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ എടുത്തു. ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അവർ പ്രിൻറ്റ് ചെയ്തൊക്കെ തന്നു, അതെൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതെല്ലാം എടുത്തു. ഒരു കുറേ വ്യൂ പോയിൻറ്റ്സ് കണ്ട് റിട്ടേൺ പോരുന്ന വഴിയിലാണ് ഈ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ നടത്തിയത്. അടുത്തത് നമുക്ക് ടോയ് ട്രെയിനിലേക്ക് കയറാനുള്ള ടൈം ആവുകയാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് അവിടെ നിന്ന് ഒരുമാതിരി എല്ലാം കണ്ട് നമ്മൾ ടോയ് ട്രെയിനിലേക്ക് പോവുകയാണ്. അത് നാളെ പറയാം.